കായിക പ്രേമികളുടെ വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിന് വിരാമമിട്ട് അമ്പലപ്പാറ പഞ്ചായത്ത് മൈതാനത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങളുടെ ടെൻഡർ നടപടികൾ തുടങ്ങി. 2022-23 വർഷത്തെ സംസ്ഥാന ബജറ്റിൽ നിന്നുള്ള 1 കോടി രൂപയാണ് മൈതാനത്തിനു വേണ്ടി അനുവദിച്ചിട്ടുള്ളത്. പകലും രാത്രിയും കളിക്കാൻ വിധത്തിലുള്ള മൾട്ടിപർപ്പസ് സംവിധാനത്തിലാണ് മൈതാനം നവീകരിക്കുകയെന്നും ജിംനേഷ്യം, മഡ് ഫുട്ബോൾ കോർട്ട്, മഡ് വോളിബോൾ കോർട്ട്, മഡ് കബഡി കോർട്ട്, ലൈറ്റ് സംവിധാനം, കായിക ഉപകരണങ്ങൾ സ്ഥാപിക്കൽ, സംരക്ഷണ ഭിത്തി, ഗേറ്റ്, ഫെൻസിംഗ്, അഴുക്കുചാൽ സംവിധാനം, വൈദ്യുതീകരണ ജോലികൾ തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് മൈതാനത്ത് നടപ്പാക്കുന്നതെന്നും അധികൃതർ അറിയിച്ചു. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിൽ മൾട്ടിപർപ്പസ് സൗകര്യത്തോടുകൂടി, അതായത് രാത്രിയും പകലും ഒരുപോലെ ഉപയോഗിക്കാൻ തരത്തിൽ ഫുട്ബോൾ കോർട്ട്, വോളിബോൾ കോർട്ട്, ഷട്ടിൽ കോർട്ട്, കബഡി കോർട്ട്, അതുപോലെ തന്നെ ജിംനേഷ്യം ഉൾപ്പെടെ ഉള്ള സൗകര്യത്തോടു കൂടിയുള്ള കളിസ്ഥലം ഒരുങ്ങുകയാണ്. ഇതിനുവേണ്ടി കേരള ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റ് വിഹിതത്തിൽ ഉൾപ്പെടുത്തി 23-24 സാമ്പത്തിക വർഷത്തിലെ പ്ലാൻ ഫണ്ടിൽ നിന്നും 1 കോടി രൂപ ചെലവാക്കിക്കൊണ്ടാണ് ഈ ഗ്രൗണ്ട് യാഥാർത്ഥ്യമാകാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ അതിൻ്റെ ടെൻഡർ ക്ഷണിച്ചിരിക്കുകയാണ്. അതിൻ്റെ നടപടിക്രമം പൂർത്തിയാവുന്നതോടുകൂടി പണി പൂർത്തീകരിക്കുകയും അങ്ങനെ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറേ കാലമായി ജനങ്ങളുടെ, അതുപോലെ തന്നെ പ്രത്യേകിച്ച് യുവാക്കളുടെ സ്വപ്നം യാഥാർത്ഥ്യമാവാൻ വേണ്ടി പോവുകയാണ്. കേരള സ്പോർട്സ് ഫൗണ്ടേഷനാണ് നിർവഹണ ചുമതല. കഴിഞ്ഞ വർഷം 4 ലക്ഷം രൂപ ചിലവിൽ മൈതാനത്തിൽ കുറച്ച് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. സ്റ്റേജും മുറികളും നവീകരിച്ചെങ്കിലും വൈദ്യുതിയില്ലാത്ത സ്ഥിതിയാണ്. മഴ പെയ്താൽ അങ്ങിങ്ങായി ചെളി കെട്ടി നിൽക്കുന്ന മൈതാനത്ത് സാഹസപ്പെട്ട് വേണം കളിക്കാനെന്നും രാവിലെയും വൈകിട്ടുമാണ് കൂടുതലും ചെറിയ കുട്ടികളടക്കമുള്ളവർ കളിക്കാനെത്തുന്നതെന്നും രാവിലെ നടക്കാനെത്തുന്നവർക്ക് മൈതാനത്ത് ചുറ്റി നടക്കുന്ന തെരുവ് നായ്ക്കൾ ഭീഷണി ഉയർത്തുന്നുണ്ടെന്നും രാത്രിയായാൽ സാമൂഹിക വിരുദ്ധരുടെ ശല്യവും രൂക്ഷമാണെന്നും നവീകരണം പൂർത്തിയാകുന്നതോടെ ഇതിനെല്ലാം പരിഹാരമാകുമെന്ന പ്രതീക്ഷയിലാണെന്നും കായിക പ്രേമികൾ പറഞ്ഞു. റൈറ്റ് വിഷൻ ന്യൂസ്, ഒറ്റപ്പാലം.